ഒരു വിങ്ങലാട്ടോ, ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിങ്ങൽ. 13K സബ്സ്ക്രൈബേഴ്സ് ആയി. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു ന്യൂ ഇയർ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഡിസംബർ 31, 2025. നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞു. അടുത്തത് ഇന്ന് 31. അതിൻ്റെ കൂടെ തന്നെ ഡിസംബർ പോകുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു 2025 കൂടെ അങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ നാളെ 2026 സ്റ്റാർട്ട് ചെയ്യുക, അതായത് നമ്മുടെ ന്യൂ ഇയർ. അപ്പോൾ ഈ വർഷം നമുക്ക് ഒരുപാട് എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2025 എന്ന് പറയുന്നത് കുറേ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സമ്മാനിച്ച ഒരു വർഷമായിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷനായി, പിന്നെ പേയ്മെൻറ്റ് കിട്ടി തുടങ്ങി. ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ കിട്ടി തുടങ്ങിയത് നമ്മുടെ ഈ 2025 അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ സമ്മാനിച്ച ഒരു വർഷമായിരുന്നു ഈ 2025 എന്ന് പറയുന്നത്. എനിക്ക് എല്ലാ വർഷവും കഴിഞ്ഞ 2024 പോയപ്പോഴാണേലും 2025 വരുന്നതിനോട് സന്തോഷമേ ഉള്ളായിരുന്നു. പക്ഷേ ഈ 2024 പോവുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പം ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിങ്ങല. ആ സമയത്ത് എന്താണെന്നറിയത്തില്ല, എല്ലാ വർഷവും ന്യൂ ഇയറിൻ്റെ തലേന്ന് എനിക്ക് ഭയങ്കര വിഷമമാട്ടോ. വരുന്നതിനെ പറ്റി നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം. പോകുന്നതൊക്കെ പോകട്ടെ, നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കാതെ വരുന്നത് എന്താണോ അതിനെ സ്വീകരിച്ച് നല്ലത് ഉൾക്കൊണ്ട് അങ്ങനെ പോവാന്നുള്ള ഒരു കാര്യമാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ എന്നാലും ഡിസംബർ 31 രാത്രിയാവുമ്പം എനിക്ക് ഭയങ്കര ഉള്ളിലൊരു ഒരു വിങ്ങൽ പോലാട്ടോ. അയ്യോ, കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെയായിരുന്നു, 2024 പോവുകയാണല്ലോ, ഇനി 2024 ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഞാനങ്ങ് സാഡാവും. ശരിക്കും ആലോചിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, ഞാൻ എന്തിനാ ഇങ്ങനെ സാഡടിക്കുന്നത്, എന്തിനാ? ആ വർഷം പോട്ടെ, ആ വർഷം പോയെന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമുക്ക് ഇപ്പം ഏതൊരു വർഷമാണെങ്കിലും നമുക്ക് ആ ഒരു വർഷത്തിൽ നല്ല കാര്യങ്ങളുണ്ടാവാം, ചീത്ത കാര്യങ്ങളുണ്ടാവാം. നമ്മൾ ഒരുപാട് വിഷമിച്ച വർഷമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിച്ച വർഷമായിരിക്കാം. എന്തോ ആണെങ്കിലും മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പോസിറ്റീവ് എന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തു കേട്ടോ. ഇനി മുമ്പോട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് കിടക്കുക. അപ്പോൾ മുമ്പോട്ട് എങ്ങനെയാണ്, എന്ത് കാര്യങ്ങൾ ചെയ്യണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ നമുക്ക് എന്താ പറയുക, ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പറ്റും, ഇല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത എന്തെങ്കിലും മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനി ഈ വർഷം അടുത്ത പ്രാവശ്യം തൊട്ട് ഇനി മുതൽ ചെയ്യാൻ പാടില്ല. അതിപ്പം ഒരു വർഷം അവസാനിച്ച് അടുത്ത വർഷം തുടങ്ങുകയാണ് അല്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെ അതൊരു ഇതായിട്ട് എടുക്കാം. നമ്മളൊരു മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു മണ്ടത്തരം നമ്മുടെ ഭാഗത്തുനിന്ന് പിന്നീട് അത് ഉണ്ടാവരുത് എന്നുള്ളൊരു തീരുമാനം എടുക്കാം. പക്ഷെ എന്നാലും ഡിസംബർ 31 ആകുമ്പം ഒരു വിങ്ങലാട്ടോ, ഉള്ളിൻ്റെ ഉള്ളിലൊരു വിങ്ങല. അയ്യോ, ഇനി 2025 ഇല്ലല്ലോ, ഇനി 2025 എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ പോകെ ഇങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴത്തേനും അതങ്ങ് പോകും കേട്ടോ. ഇപ്പം ഇന്ന് രാത്രിയും കൂടെ ഉള്ളൂ ആ ഒരു വിഷമം. നാളെ കഴിഞ്ഞിട്ട് ന്യൂ ഇയർ അടിച്ചുപൊളി അങ്ങനെയൊക്കെ ചിന്തിച്ച് മൈൻഡ് അങ്ങ് മാറും കേട്ടോ. പക്ഷെ എന്നാലും ആ ഒരു ദിവസത്തിൻ്റെ രാത്രിയാൽ ഡിസംബർ 31 നൈറ്റ് ഭയങ്കര വിഷമം കേട്ടോ. ആ ഡിസംബർ 31 രാത്രി 11:59 വരെയും എനിക്ക് ഉള്ളിലൊരു വിങ്ങല. അയ്യോ, 25 തീരുവാണല്ലോ. എന്തിനാ അങ്ങനെ വിങ്ങുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഫീൽ ആവുന്നതാട്ടോ. അതെന്താ കാര്യമൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ ആണോ എന്ന് പറയുക കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ 2025 തന്നെ നമ്മുടെ ചാനലിൽ 13K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി, അതായത് ഡിസംബർ 30 രാത്രിയാണ് 13K സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ളത് ഞാൻ കണ്ടത്. അതിലും ഭയങ്കര സന്തോഷം. 2025 എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും സന്തോഷകരമായിട്ടുള്ള കുറേ നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു വർഷം കൂടിയായിരുന്നു 2025 എന്ന് പറയുന്നത്. 2026 കുറേ പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. നേരത്തെ പറയുന്ന പരിപാടിയൊക്കെ ഞാനങ്ങ് നിർത്തി. പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് നടക്കാറില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും പറയാറില്ല ആരോടും. അത് സാധിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരോടും പറയുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാനിപ്പോൾ കേട്ടോ. അപ്പോൾ 2026 കുറേ പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്ന് പിന്നീട് അറിയിക്കാം കേട്ടോ. അപ്പോൾ
പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, എനിക്ക് ഈ ദിവസം തന്നെ എനിക്ക് 13K സബ്സ്ക്രൈബേഴ്സ് ആയതിൽ ഒരുപാട് സന്തോഷം. അതായത് 13,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് കുടുംബത്തിലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, അപ്പോൾ 25 ഇവിടെ കഴിയാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും 2026 എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ. നല്ലൊരു വർഷം ആയിരിക്കട്ടെ. സന്തോഷത്തിൻ്റെയും എന്താ പറയുക, പോസിറ്റിവിറ്റിയുടെയും ഒക്കെ ഒരു വർഷമായിരിക്കട്ടെ വരാൻ പോകുന്ന 2026 എന്ന് പറയുന്നത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കൂടെ എനിക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണേ, നേടിയെടുക്കാൻ സാധിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സര ആശംസകൾ. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു കുഞ്ഞു കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഒന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത വർഷം കാണാം. നമുക്ക് 2026 ഇനി നമ്മൾ കാണത്തുള്ളൂ. അപ്പോൾ നമുക്കിനി 2026 അടുത്ത വർഷം നാളെ കാണാം. ബൈ.